ഗോപിനാഥൻ നായർ? ഞാൻ തന്നെ. ഞാൻ ഗണപതി. ഓ, തഹസിൽദാർ അനന്തൻ നായർ പറഞ്ഞയച്ചതല്ലേ? അതെ. കല്യാണ ബ്രോക്കറാണല്ലേ? ബ്രോക്കർ അല്ല. പിന്നെ ബ്രോക്കറാണ്. മറ്റേ ബ്രോക്കർ അല്ല. മാന്യതയുള്ള കുടുംബങ്ങളിൽ നിന്നും മാന്യമായ രീതിയിൽ മാന്യന്മാർക്ക് വേണ്ടി മാത്രം മാനമായി കല്യാണം ആലോചിക്കുന്ന ഒരു മാന്യൻ. എല്ലാ മാന്യതയും ഈ വേഷത്തിൽ കാണുന്നുണ്ട്. വേഷത്തിൽ മാത്രമല്ല, സ്വഭാവത്തിലും ഉണ്ട്. പിന്നെ ഇത്തിരി ജാതി സ്പിരിറ്റ് കൂടുതലാണ്. അതുകൊണ്ട് നല്ല നായന്മാർക്ക് വേണ്ടി മാത്രമേ ഞാൻ ദല്ലാൽ പണി ചെയ്യാറുള്ളൂ. ഈ ആപ്പ നായന്മാർക്കൊന്നും ഈ ഗണപതിയെ കണി കാണാൻ കിട്ടില്ല. തറവാടിത്തം, പ്രൗഢി, സാമ്പത്തിക ശേഷി, കുലമഹിമ ഇതൊക്കെ നോക്കി മാത്രമേ ഗണപതി കേസ് അറ്റൻഡ് ചെയ്യാറുള്ളൂ. തന്റെ ജാതി എന്താ? അമ്മ മേനോക്കിയ, അച്ഛൻ ചക്കാലയാ. മതി, വരും അകത്തിരുന്ന് സംസാരിക്കാം. ഇതെന്താ ബെൽറ്റ് പമ്പാണോ? ഇതാണ് സെല്ലുലാർ ഫോൺ. ഈ ഗണപതി ഒരു വെറും തുക്കടാ ബ്രോക്കർ അല്ലെന്ന് ഇപ്പൊ മൂപ്പിലേക്ക് മനസ്സിലായല്ലോ. മൂപ്പിലാണോ? സോറി മൂത്തച്ഛ. കൺട്രി ഓൾഡ് മൂപ്പിലെ ശകുനപ്പഴ. ഇയാളാണ് ഈ വീട്ടിലെ നാശം. ബോംബെയിലായിരുന്നു ഡ്രൈ ക്ലീനേഴ്സിന്റെ കയ്യിലെങ്കിലും കൊടുക്കായിരുന്നു. ഇവിടെ ഒരു ഡോബി പോലും ഇല്ല. അനുഭവിച്ച ഈ കഴുതകൾക്ക് എന്തുപറ്റി? എന്താടാ നിങ്ങളെ രണ്ടിനെയും കെട്ടിച്ചു വിടാൻ പോകുന്നു? മീഡിയേറ്റർ വന്നു കഴിഞ്ഞു. ഗണപതി എന്നാ പേര്. ആളൊരു കുട്ടി ഗണപതി തന്നെയാ. താഴെ ഇരുന്ന് വെട്ടി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് മോളെ. രണ്ടുപേരും ഡാഡി വിളിക്കുന്നുണ്ട്. ഞങ്ങൾക്കറിയാം എന്തിനാ വിളിക്കുന്നതെന്ന്. മമ്മിക്കും ഡാഡിക്കും ഞങ്ങൾ അത്രയ്ക്ക് ഭാരമായോ? ഭാരമായെന്നോ? എന്താ മോളെ ഇത്? എനിക്കിപ്പോ കല്യാണം വേണ്ട. പെട്ടെന്ന് നാട്ടിൽ സെറ്റിൽ ആവണമെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് സംശയം തോന്നി. അറവുമാടുകളെ പോലെ ആർക്കെങ്കിലും പിടിച്ചു കൊടുക്കാനാവുമെന്ന്. എന്താ കുട്ടി പറയണേ? ഡാഡിയും മമ്മിയും അങ്ങനെ ആർക്കെങ്കിലും പിടിച്ചു കൊടുക്കുമോ നിങ്ങളെ? എന്റെ അമ്മയുള്ളപ്പോ പറയാറുണ്ട്, പളങ്കുപാത്രം പോലെയാ ഒരു പെണ്ണിന്റെ ജീവിതമെന്ന്. കാണാൻ നല്ല ചേലുള്ള പളങ്കുപാത്രം, പക്ഷെ ഒന്നുടഞ്ഞാൽ എല്ലാം തീർന്നു. ചെറിയൊരു പോറലേറ്റാൽ മതി, സ്വീകരണ മുറിയിൽ നിന്നും അതിന്റെ സ്ഥാനം ഇരുട്ടറയിലാവും. ആരായാലും നിങ്ങളുടെ ഇഷ്ടം നോക്കിയേ സമ്മതിക്കുള്ളൂ. ചെല്ല്, ഡാഡിയെ വിഷമിപ്പിക്കരുത്. പേടിക്കണ്ടേ, ധൈര്യമായിട്ട് പോയിക്കോളൂ, ഞാനെന്റെ കൂടെ. അയ്യടി, അങ്ങനെ പ്രത്യേകിച്ച് ഡിമാൻഡുകളൊന്നുമില്ല. ഗുണവും ഗുരുത്വവും ഉള്ള ചെക്കനായിരിക്കണം. ഞങ്ങൾക്ക് ആൺമക്കളില്ല. അതുകൊണ്ട് കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്നവരായാൽ വലിയ ഭാഗ്യമായിരിക്കും. ആഹാ, 4 പട്ടാളം ഉണ്ടല്ലോ. ഇതാണ് എന്റെ മക്കൾ. ചെക്കാണല്ലോ. ചെക്കോ? ചെക്കെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഷയിൽ പെമ്പിള്ളേർ, DD എന്ന് പറഞ്ഞാൽ ആമ്പിള്ളേർ. വേഗം മാറിയെടുക്കാം. ചെക്കാവുമ്പോ ക്യാഷ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാ. ചിലപ്പോ ബൗൺസ് ആയെന്നും ഇരിക്കും. പിന്നെ കേസായി, പുക്കാറായി, അടിപിടിയായി, അങ്ങനെയൊക്കെ. നിങ്ങൾ സംസാരിക്കും, ഞാനൊന്ന് ഫോൺ അറ്റൻഡ് ചെയ്തിട്ട്. ഒരു സെല്ലുലാർ ഫോൺ വാങ്ങിച്ചൂടെ? ഈ നടത്തം ഒഴിവാക്കായിരുന്നു. ഞാൻ ഗണപതി. എന്താ പേര്? എന്താ കുട്ടിയുടെ പേര്? മിണ്ടില്ല. ഊമയാണോ? അല്ല, പിന്നെ മൗനവ്രതത്തിലാ. ശനിയാഴ്ച ആരോടും മിണ്ടാറില്ല. ഓഹോ, അപ്പൊ ശനിവ്രതം. കുട്ടിയുടെ പേരെന്താ? ഇതും മിണ്ടാറില്ലേ? മിണ്ടാട്ടം മാത്രല്ല, ഇതിന് ചെവിയും കേക്കില്ല. ശനിയാഴ്ച മാത്രമാണോ? ഞായറാഴ്ച ഒരു ചെവി കേൾക്കും. അപ്പൊ മൊത്തം റിപ്പയർ കേസാണല്ലോ. എനിക്ക് ഒരു കുഴപ്പമില്ല, ചെവിയും കേൾക്കും, സംസാരിക്കാനും പറ്റും. പക്ഷെ ഈ കച്ചവടത്തിൽ എന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. കുട്ടികളെ പരിചയപ്പെട്ടല്ലോ. പേര് ചോദിച്ചു. മൂത്തവള് മിണ്ടിയില്ല, ഇളയവള് കേട്ടതുമില്ല. ഞാൻ സംശയിച്ചു എന്തെങ്കിലും വേലത്തരം ഒപ്പിക്കുമെന്ന്. 4നും കുസൃതിത്തരം എത്ര കൂടുതലാ. പൊയ്ക്കോളൂ. എന്താ, എന്ത് പറ്റി? പെട്ടെന്ന് ഹൃദയത്തിന്റെ ഭാഗത്ത് വന്ന് ലഡു 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 എന്നൊരു ശബ്ദം. സാരമില്ല, സ്കാൻ ചെയ്തോളാം. മൂത്ത മകളുടെ പേര് ഗീതാഞ്ജലി. ബാങ്കിലാ. അതുകൊണ്ട് ഒരു ബാങ്ക് എംപ്ലോയിയെ തന്നെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. അതിന് ഇളയ കുട്ടി മിഥുന. 1-2 ടെസ്റ്റ് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിരിക്കുക. കുട്ടികളുടെ ഫോട്ടോയും ജാതകക്കുറിപ്പും തന്നേക്കൂ. ഇപ്പൊ കൊണ്ടുവരാം. ബ്രോക്കറാണത്രേ. അയാളുടെ വേഷം ഭാവം കണ്ട വലിയ ഹീറോ ആണെന്ന വിചാരം. ഈ ബ്രോക്കർ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞുതരാം.
ഇതുങ്ങളെ കെട്ടിക്കാനുള്ള കൊരങ്ങന്മാരെ തേടി പിടിച്ച് വില പേശിക്കൊണ്ടുവരേണ്ട ആൾ മനസ്സിലായോ? അയാൾക്കിട്ട് എന്തെങ്കിലും ഒരു വേല കൊടുത്തേ പറ്റുള്ളൂ. ഈ തറവാട്ടിലേക്ക് അയാൾ ഇനി കാലുകുത്തരുത്. ഐഡിയ എന്താ? ബ്രോക്കർ പണിയുമായി ഈ തറവാടിന്റെ പടി ഇനി അയാൾ ചവിട്ടില്ല. പോരെ? ചെറുക്കൻ തറവാടി ആയിരിക്കണം. ആദ്യം എനിക്ക് നിർബന്ധമുണ്ട്. ഈ ഗണപതി ഏറ്റാൽ എല്ലാം ശുഭമാകും. അതിരിക്കട്ടെ, ആരാ ഈ ഗണപതി എന്ന് പേരിട്ടത്? എന്റെ അച്ഛൻ ഒരു വിഘ്നേശ്വര ഭക്തനായിരുന്നു. ആറ്റുനോട്ടൊരു മോനുണ്ടായപ്പോ ഗണപതിയായി. ചതുർത്ഥി ദിവസമായിരുന്നു എന്റെ ജന്മം. നന്നായി. അപ്പൊ വിവാഹം കഴിച്ചിട്ടില്ല. എന്തേ വൈകിയത്? ജാതകവശാൽ പ്രവർജ്യ യോഗം. പക്ഷെ അത് സമ്പൂർണ്ണമല്ല. അതാണ് ഒരാശ്വാസവും. എന്റെ ഭഗവതി, തറവാടിന് എല്ലാ ഐശ്വര്യങ്ങളും നൽകണേ. Keep the change. ഗുഡ് മോർണിംഗ് സാർ. Good morning. ഇതെന്താ കാക്കിക്കാരെല്ലാം ചേർന്ന ഒരു സമ്മേളനം? ഡ്യൂട്ടിക്ക് പോകാറായില്ലേ? സാറിന്റെ പെർമിഷൻ കിട്ടിയിട്ട് പോവാന്ന് വെച്ചു. എങ്കിൽ ഓരോരുത്തരായി പുറപ്പെട്ടുള്ളൂ. വടക്ക് ഭാഗത്തേക്ക് ജബ്ബാർ പോയാൽ മതി. കാവൻ ചോട്ടിൽ ഉണ്ണിക്കൃഷ്ണൻ, പടിഞ്ഞാറേക്കരയിൽ ജേക്കബ് പോയാൽ മതി. അപ്പൊ അതിലാര് പോവും? താൻ തന്നെ ഇങ്ങോട്ട് പോയാൽ മതിയോ കോപ്പേ? വന്നിരിക്കുന്ന ഒരു ഓഫീസർ. അങ്ങനെ വഴിക്കുവാ, ഞാൻ തന്നെ അങ്ങ് പോവല്ലേ. കഴുതക്കാമൻ കരഞ്ഞു തീർക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ ആയാലോ സതീന്ദ്ര തന്റെ കാര്യം. ഡിഗ്രിക്കാരെ മോഹിച്ചത് വൈറ്റ് കോളർ ജോബ്, കിട്ടിയതോ കാക്കി കോളർ. സോറി, സെന്റിമെന്റ്സിനൊന്നും ഇപ്പൊ സമയമില്ല കൂട്ടുകാരെ. കുടവും പൂജയുമായി കുടുംബിനികൾ കുടിവെള്ളത്തിനായി ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. എവിടെ എന്റെ കുരിശ്? ഞാൻ റെഡി. ഓഹോ, അവിടെ നാട്ടിൽ കഴിഞ്ഞ എങ്കിൽ ഞാനും റെഡി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കോട്ടയിൽ മടിച്ച് ആ ബ്രോക്കർ എങ്ങാനും എന്റെ പെരുതിക്ക് കയറാൻ വന്ന താനെന്തോയി? ഞാനൊന്നും ചെയ്യൂല. പക്ഷെ ആശാരൊന്ന് തടുത്തേക്കണം. മാസാമാസം വാടക ഇനത്തിൽ നക്കാപ്പിച്ചയാ നമ്മൾ അയാൾക്ക് കൊടുക്കുന്നത്. ഇത് അയാളുടെ വീടാണ്. ഈ ടൗണിൽ ബാച്ചിലേഴ്സിന് വീട് കിട്ടാനുള്ള പ്രയാസം തനിക്കറിയാമല്ലോ. അതുകൊണ്ട് ഒന്നോ രണ്ടോ കിട്ടിയാലും മിണ്ടാതിരുന്നോണം. എത്തി നശൂലം. എളുത്തപ്പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുള്ളേ. പഴുത്തപ്പെട്ടേ ഞാനൊരു വണ്ടായിച്ചമഞ്ഞേനരാ. ദ്വാരശേ ബലസമ്പൂർണ്ണേ ഫലജ്ഞാൻ ഗുല. എന്തെന്റെ അർത്ഥമെന്നറിയോ? അല്ല, ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. നാട്ടുകാർക്ക് മുഴുവൻ വീട് കെട്ടിക്കൊടുക്കുന്ന ആശാരിക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കാൻ പറ്റാറുള്ളതെന്ന് കേട്ടിട്ടില്ലേ? പക്ഷേ ഞാനത് തിരുത്തി. അപ്പൊ വീടുണ്ടാക്കാൻ പോവാണോ? വീടല്ല, കൊട്ടാരം. കൊട്ടാരം? കൊട്ടാരത്തിലെ കൊച്ചു ഇത് ഗീതു, ഇത് മിസു. ദാ. എങ്ങനെയുണ്ട്? ഫ്രണ്ടിൽ നിന്ന് നോക്കിയിട്ട് അത്രയ്ക്കൊരു ഫ്രണ്ടിൽ നിന്ന് നോക്കണ്ട, ബാക്കിൽ നിന്ന് നോക്കണ്ട. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് സത്യത്തിലാണ് സംഭവിച്ചത്. എങ്ങനെ എങ്ങനെ എങ്ങനെ? രാമായണം മുഴുവൻ കേട്ടിട്ട് ആദ്യം അലാവുദ്ദീനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പണ്ടാരോ ചോദിച്ചു വരാനോടോ തന്റെ കാര്യം. എടോ, ഒറ്റ നോട്ടത്തിൽ ഗീതു എന്റെ ഹൃദയ മനസ്സ് കവർന്നു. മഹാഭാരതത്തിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലേ, വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ട് മരണം. അതാണോ? ആ കോല് നീ എന്റെ അടുത്ത് വേണ്ട കേട്ടോ. നീ മഹാഭാരതത്തിന് എനിക്ക് ക്ലാസ് എടുക്കണ്ട. സംഭവം അതാണ് സംഭവിക്കേണ്ടത്, സംഭവിച്ചിരിക്കുന്നു. ആദ്യ ഇളയവളെ കല്യാണം കഴിപ്പിച്ച ശേഷം മാത്രമേ മൂത്തവളെ ഞാൻ കെട്ടാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. നിനക്ക് ഇളയവളെ ഇഷ്ടപ്പെട്ട സ്മാർട്ട് കേളാണ്. ഞാൻ ഒന്ന് മൂളെ മാത്രം സംഗതി കിടക്കും. ഗണപതിച്ചേട്ടൻ നിർബന്ധിച്ച ഞാൻ റെഡിയാണ്. പക്ഷേ അവർക്കൊരു നിബന്ധനയുണ്ട്. എന്താണ്? തറവാട്ടി പിറന്നവർക്ക് പെണ്ണോടും,
നീ ആണെങ്കിൽ കേൾവി കേട്ടൊരു തറയ്ക്ക് തറവാട്ട് പറഞ്ഞ പെണ്ണി ചേരൂല ഉള്ളു വിട്ടുകളാ. ആശാരി ഇങ്ങോട്ട് മാറി. ഒരു സംശയം, നീ ചോരടാ മോനെ. ഈ ഒരു തറവാടിയെ തന്നെ വേണമെന്ന് പറയുന്ന പെൺവീട്ടുകാര് ഒരു കല്യാണ ബ്രോക്കർക്ക് എങ്ങനെ പെണ്ണു കൊടുക്കും? അവരെ കല്യാണ ബ്രോക്കർ മുനിസിപ്പാലിറ്റി വെള്ളം കുടിച്ചിട്ട് വന്ന് നീ എന്റെ മൂർധാവിൽ തന്നെ മൂത്രമൊഴിക്കണടാ. ബൈബിളിൽ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, എന്താ അത്? പറയാ, പറയാ, ആ, പറ പറയാ. പറ. ഇതിനെ പോലെ ഇതിന്റെ അയൽക്കാരനെ അതല്ലേ അതല്ല നീ മിണ്ടരുത്. അവൻ പറയട്ടെ. അവൻ പറയട്ടെ. ഞാൻ പറയാന്നല്ലേ പറഞ്ഞു. അയ്യോ, നീ പറ. ബൈബിളിലാണോ? അതെ, അതായത് ഞാൻ പറയാ. ഇപ്പോഴാണ് പഴഞ്ചൊല്ല് ഓർമ്മ വന്നത്. വാളെടുത്തവൻ വാളാൽ. നീ പോയാ ചപ്പാത്തി വിടും. വാളിവിടെ കിടക്കട്ടെ. ഓ, അവിടെ മുഴുക്ക വൃത്തികേടാക്കി. എന്താ ഒരു ഉത്ഭവം പോലെ? പേടിക്കണ്ട. ഗുസ്തി പിടിച്ച് മറ്റുള്ളവരെ മറിച്ചിടുന്നവനല്ല ശക്തൻ, ബുദ്ധി കൊണ്ട് കീഴ്പ്പെടുത്തുന്നവനാണ് ശക്തൻ. അതുപോലെ തന്നെയാണ് പ്രേമത്തിന്റെ കാര്യം. തനിക്ക് എന്താണല്ലോ ഒരു കുറവ്? സുന്ദരനല്ലേ, സുമുഖനല്ലേ, സൽ സ്വഭാവിയല്ലേ, പിന്നെ തൊഴില് മാത്രമല്ലേ വെച്ചിട്ട് കുറച്ചിലുള്ളൂ. അതുകൊണ്ടെന്താ, മാന്യമായൊരു തൊഴിലല്ലേ ഗീതൂട്ടിക്കുള്ളത്. ഓ, പുള്ളിക്കാരി ഉദ്യോഗസ്ഥയാണല്ലേ? പുളിങ്കൊമ്പി തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. അതേടോ, പുള്ളിക്കാരി പുളിങ്കൊമ്പ് തന്നെയാ. അല്ല, ഒന്നാം തരം വാളംപുളി അയക്കുന്ന കൊമ്പ്. അതിനെ വളമിടാനും വെള്ളം ഒഴിക്കാനും തന്റെ ചടാക്ക് മുനിസിപ്പാലിറ്റി ലോറിയുമായി അങ്ങോട്ടൊന്നും വന്നേക്കരുത് കേട്ടോ. ആ, അതെ, ഗണപതി തന്നെ. അയ്യോ, ഉച്ചയ്ക്ക് മുമ്പ് അങ്ങോട്ട് എത്തിക്കൊള്ളാം. ഓക്കെ. ഡാഡിയാ? ഡാഡിയോ? ആ, ഇതൂട്ടിനെ കണ്ടില്ലേ, സെല്ലുലാർ ഫോൺ വഴിയാണ് ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻസ്. അതുകൊണ്ട് തന്നെയാ ഞാൻ വേണ്ടെന്ന് വെച്ചത്. എന്തോന്ന്? അത് തന്നെ. തുറന്നങ്ങ് പറഞ്ഞോളൂ. ഗീതു മിഥു, ഇതിലേത് പീസിനെയാണ് താൻ വേണ്ടാന്ന് വെച്ചത്? അതല്ല, ഈ ഫോൺ ഇതിപ്പോ കണ്ട ബ്രോക്കർമാരുടെ കയ്യിൽ വരെ ആയിപ്പോയില്ലേ? അയ്യോ, എന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലാമെന്ന് തന്നെ വെക്ക്. കൊല്ലു 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 കൊല്ലു. പക്ഷെ ഡെഡ് ബോഡി ആരേറ്റെടുക്കും? എനിക്ക് അച്ഛനില്ല, അമ്മയില്ല, ഉറ്റവരില്ല, ഉടയവരില്ല, എനിക്ക് സ്ഥലം പോലും അറിയില്ല. അനാഥൻ, അനാഥന്റെ പ്രേതം, അനാഥ പ്രേതം. കുടിവെള്ളം വീഴ്ത്തി കിടക്കുന്ന വെള്ളക്കാരൻ, ബ്ലഡി വാട്ടർമാൻ, ഓർഫൻ. ബാക്കി കോക്ടെയിൽ അടിച്ച് രാത്രിയിൽ. ഇന്ന് നിന്റെ ഊക്ലേഷനാണ്. എന്തേ വിഷമം തോന്നി? അയാൾ പറഞ്ഞ സത്യമല്ലേ? ജാരസന്ധതി അവകാശപ്പെടാൻ ആരെങ്കിലും ഉണ്ട്? എനിക്ക് നീയും, നിനക്ക് ഞാൻ. അല്ലാതെ വേണ്ട. നോ സെന്റിമെന്റ്സ്. കുടിവെള്ളത്തിന് കുടുംബിനികൾ കുടവുമായി അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. ഗുഡ് ബൈ.